അങ്ങനെ കുറച്ച് നാളത്തെ പനിയും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ടാ. ലച്ചൂട്ടി ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ അടിച്ചുകൊടുത്ത കുപ്പായം തന്നെയാണ്. അത് ഇട്ട് കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. കാരണം അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിട്ട്. അതുകൊണ്ട് എന്റെ സ്റ്റിച്ചിങ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഡെയിലി രാവിലെ ഷെൽഫ് തുറന്ന് അമ്മേന്റെ ഏറ്റവും പഴയ സാരി തപ്പി കണ്ടുപിടിക്കുക, അമ്മേനോട് ഇരന്ന് കൊണ്ടുപോക്കൊക്കെയാണ് എന്റെ പതിവ്. അപ്പൊ ഞാൻ പോകുന്ന എന്റെ വസുട്ടിന് ഒരു പ്രശ്നമില്ല കേട്ടാ. ഓക്കെ ബായ് എന്ന് പറഞ്ഞ എന്നെ പറഞ്ഞോളൂ. വീട്ടിലുള്ള ഒറ്റ പഴയ തുണി അമ്മ കളയില്ല കേട്ടാ. ഇതേപോലെ എല്ലാം കുത്തി നിറച്ചൊരു ബാണ്ടക്കെട്ട് പോലത്തെ തലാണി ഉണ്ടാവും. ഇതിലാണ് നമ്മൾ പണ്ട് മുതലേ കിടക്കാറ്. അമ്മക്കത് ശീലാണ്. പക്ഷെങ്കിൽ പുറമേ വരുന്നവർക്ക് അതൊരു പാറക്കല്ല. കാരണം എന്റെ കെട്ടിയോൻ തന്നെ ഇത് കണ്ടിട്ട് കുറെ വട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പാറക്കല്ല എങ്ങനെയാ കിടക്കുന്നത്. അത് മാത്രല്ല കേട്ടാ, പണ്ട് അച്ഛനെ പേടിച്ചിട്ട് പൈസ അമ്മ സൂക്ഷിച്ചിരുന്നത് ഇതിന്റെ ഉള്ളിലാണ്. പൈസ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തുന്നി അങ്ങ് വരും. ഇതും പൈസ വെക്കുന്ന എല്ലാ സോസും അച്ഛൻ കണ്ടുപിടിക്കലുണ്ട്. പക്ഷെ ഇത് മാത്രം അച്ഛൻ മരിക്കുന്നവരും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടാ. ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഈന്തപ്പഴത്തിന്റെ ഈ മഞ്ഞ ടൈപ്പ് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. ഇത് ഞാൻ ആദ്യമായിട്ടാ കഴിച്ചു. ഇതിന്റെ ചുവപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടി ചവർപ്പ് കുറവും മധുരവും ഉണ്ട്.